ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമേ. അങ്ങേ വത്സല മക്കളായി വധൂവരന്മാരുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ബലിവേദിയുടെ മുൻപിൽ വെച്ച് പരിശുദ്ധമായി വിവാഹബന്ധത്താൽ ഒന്നായി തീരുന്ന ഇവരെ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കുവാൻ കനിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊല്ലണമേ. പുസ്തകത്തിൽ നിന്ന് ഗുണവതിയായ ഭാര്യയുടെ ഭർത്താവ് സൗഭാഗ്യവാനാണ്, അവൻ്റെ ആയുഷ്കാലം ഇരട്ടിക്കുന്നു. സുഹൃതിനിയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ്റെ ജീവിതകാലം സമാധാനത്തിൽ സമാപിക്കുന്നു. സദ്വൃത്തയായ ഭാര്യ ഒരു വലിയ നിധിയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവരുടെ സൽകൃത്യങ്ങൾക്ക് പ്രതിഫലമായി അവൾ നൽകപ്പെടുന്നു. ധനികനായിരുന്നാലും ദരിദ്രനായിരുന്നാലും അവൻ്റെ ഹൃദയം സംതൃപ്തി അടയുന്നു, അവൻ്റെ മുഖത്ത് പുഞ്ചിരി കളിയാടുന്നു. ഉത്തമ ഭാര്യ തൻ്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കുകയും അയാളുടെ അസ്ഥികളെ തൻ്റെ ബുദ്ധിയാൽ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. വിവേകിയും നാവിനെ നിയന്ത്രിക്കുന്നവളുമായ ഭാര്യ ദൈവദാനമത്രേ. അവളുടെ സ്ഥായിയായ ഗുണവിശേഷങ്ങൾ അമൂല്യങ്ങളാണ്. ശാലീനതയും നൈർമല്യമുള്ള സ്ത്രീ ഒരു മഹാ അനുഗ്രഹമത്രേ. അവളുടെ ചാരിത്രശുദ്ധിയോളം വില മറ്റൊന്നിനുമില്ല. ആകാശത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ സുന്ദരിയും സുശീലയുമായ ഭാര്യ തൻ്റെ ഭവനത്തിൽ പ്രകാശം വീശുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. അവിടുത്തെ സ്തുതി എന്നും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. എൻ്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളും.
എളിയവർ അത് കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. നിങ്ങൾ എന്നോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ നാമത്തെ നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. സകല ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിച്ചു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. അങ്ങയെ ദർശിക്കുവിൻ, അപ്പോൾ നിങ്ങൾ പ്രകാശിതരാകും. നിങ്ങളുടെ മുഖം ലജ്ജിക്കാതിരിക്കട്ടെ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിക്കുകയും ചെയ്തു. അവൻ്റെ സകല കഷ്ടതകളിലും നിന്ന് അവിടുന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ അവിടുത്തെ ഭയപ്പെടുന്നവരുടെ ചുറ്റും കൂടാരമടിച്ച് അവരെ മോചിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവിൻ. അവിടുത്തെ പക്കൽ അഭയം തേടുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. കർത്താവിനെ ഞാൻ സദാകാലവും വാഴ്ത്തും. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 19 അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുക്കലെത്തി അവിടത്തെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തൻ്റെ ഭാര്യയെ പരിത്യജിക്കുന്നത് ശരിയാണോ? അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചെന്നും തന്നിമിത്തം മനുഷ്യൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടെ അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ഇനി രണ്ടല്ല, ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുത്തെ ജ്ഞാനസ്ഥാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ തിരുസഭ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സജീവ് ലിൻസി, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു.
ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച ഈ പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹ ആശസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കട്ടെ. ദൈവമേ, പ്രസാദപുരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപുരം വരും വഴി ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാവന ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. ശ്വാസവും സ്വപ്നഭാഗ്യവും കാഴ്ചയായേകുന്നു സ്നേഹരൂപ.
കാഴ്ചയായേകുന്നു സ്നേഹരൂപാ. നിർമ്മലമാക്കുകൻ മനതാരിലെ നീ അർപ്പിത പൂജാമലരായി തീരാൻ. നിർമ്മലമാക്കുകൻ മനതാരിലെ നീ അർപ്പിത പൂജാമലരായി തീരാൻ. പൊന്നുമില്ല മീറയുമില്ല നാഥനു കാഴ്ചയടയ്ക്കാൻ. ഹൃദയം നുറുങ്ങുമീ വേദന മാത്രം നാഥാ കനിവായി സ്വീകരിച്ചാലും. കൈകളിലേന്തുമീ താളമിതിൽ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കും നന്മയ്ക്കും നമ്മുടെ സാവർത്തിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങേ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമേ. പാവനമായ ഉടമ്പടിയാൽ സംബന്ധിതരായ ഈ ദമ്പതിമാർക്കു വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ സന്തുഷ്ടിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനും നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര നിത്യനായുള്ള ദൈവമേ, സർവശക്ത പരിശുദ്ധ താതാ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. യുക്തവും ന്യായവും ആണതു ഞങ്ങൾക്കു രക്ഷാകരവും ജഗൽപിതാവേ. സ്നേഹത്താൽ അങ്ങു സൃഷ്ടിച്ച മർത്യരെ പാവക സൃഷ്ടിയിൽ ശ്രേഷ്ഠരാക്കി. സ്നേഹപാരമ്യത്തിൽ സൃഷ്ടിച്ച മർത്യരെ നാഗീയ സ്നേഹത്തിൽ പങ്കുചേർക്കാം. താവകനിസിമ സ്നേഹമാണല്ലേ കൂദാശ തന്നിൽ പ്രതിഫലിപ്പൂ. ആകയാൽ ആമോദമായിപ്പോടെ നിത്യവും നാഗദൂതന്മാരാം ഗായകന്മാർ ദിവ്യപ്രതാപവാനങ്ങയെ വാഴ്ത്തുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധ
പരിശുദ്ധാത്മാ